ഇപ്പോൾ ഞാൻ കണ്ടൊരു നാടകം കയം എന്നുള്ള ഒരു നാടകമാണ്. രണ്ട് നാടകമാണ് കണ്ടത് രണ്ടും എനിക്കിഷ്ടപ്പെട്ടു. ഇപ്പം ഞങ്ങൾ കണ്ട രണ്ട് നാടകമേ കണ്ടുള്ളൂ. 3 നാടകങ്ങളാണ് ഇപ്പോൾ കണ്ടത്. 5ാമത്തെ നാടകമാണ് കണ്ടത്. കണ്ടിടത്തോളം നിലവാരമുള്ള നാടകങ്ങളാണ് പൊതുവെ വരുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവം ഹയർ സെക്കൻഡറി നാടക മത്സരം നടക്കുന്ന ടാഗോർ തിയേറ്ററിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ നാടകം കാണാൻ വേണ്ടി വലിയ ജനത്തിരക്കുണ്ട്. സീറ്റുകളൊക്കെ ഫിൽഡാണ്. പലരും നിന്നാണ് നാടകം കാണുന്നത്. എന്താണ് കണ്ട നാടകങ്ങളെ പറ്റി കാണികൾക്ക് പറയാനുള്ളതെന്ന് ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു നാടകങ്ങൾ കണ്ടിടത്തോളം? വളരെ മികച്ച നിലവാരത്തിലുള്ള നാടകങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വരുന്നത് താനൂരിൽ നിന്നാണ്. നമ്മളെപ്പോലുള്ള ഒരുപാട് ആളുകൾ, നാടക പ്രേമികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ തിങ്ങി നിറഞ്ഞ് ഇരിക്കുകയാണ്. എന്നിരുന്നാൽ കൂടി നമുക്കൊരു പ്രയാസം ഇവിടെ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, പ്രാദേശികമായിട്ടുള്ള ഒരു ഏറ്റെടുക്കൽ ഈ വേദികളിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വ്യസനം നമ്മൾ അതുകൂടെ രേഖപ്പെടുത്തുകയാണ്. വളരെ മികച്ച നാടകങ്ങളാണ്. അതിജീവനത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ഈ കെട്ടകാലത്തിനെതിരെയുള്ള എല്ലാവിധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് കുട്ടികളുടെ നാടകങ്ങളെല്ലാം തന്നെ കളിച്ചു പോകുന്നത്. എന്തുകൊണ്ട് മികച്ച ഒരു അനുഭവമാണ് നാടകം കാണുന്ന ആളുകൾക്ക്. ഈ സാങ്കേതിക വിദ്യയൊക്കെ നാടകത്തിൻ്റെ കുട്ടികൾ എത്രത്തോളം? തീർച്ചയായിട്ടും ഇപ്പോൾ ഈ അവസാനമായിട്ട് ഇപ്പോൾ ഞാൻ കണ്ടൊരു നാടകം കയം എന്നുള്ള ഒരു നാടകമാണ്. പാലക്കാട് നിന്ന് വന്ന നാടകമാണ്. വളരെ മികച്ച രീതിയിലുള്ള ടെക്നോളജി അതിൽ ഉപയോഗിച്ചു എന്നുള്ള. പിന്നെ അതിലൊരു പരിമിതി എന്താണെന്ന് വെച്ചാൽ, സ്കൂൾ നാടകങ്ങളാവുമ്പോൾ ടെക്നോളജി ഉപയോഗിക്കാനുള്ള ഒരു പ്രയാസം അതിൽ നിലനിൽക്കുന്നുള്ളതാണ്. ഏതായാലും ഈ പറഞ്ഞ പോലെ നാടകത്തിൻ്റെ കാണികളൊരു പ്രത്യേക ഗ്രൂപ്പാണെന്ന് തോന്നില്ലേ? അതെ, നാടകത്തിന് എല്ലാ വർഷവും സ്ഥിരം ആയിട്ടുള്ള കാണികളാണ്. ഇപ്പോൾ ഞാൻ 2, 3, 4 തവണയായിട്ട് സംസ്ഥാന കലോത്സവം കാണാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവരും കണ്ടുപരിചയം, നാടകത്തിന് വന്നതുകൊണ്ട് മാത്രം കണ്ടുപരിചയമുള്ള ഒരുപാട് മുഖങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ കൊല്ലത്തായാലും മുന്നേ കാലിക്കറ്റായാലും എല്ലായിടത്തും നാടകം കാണാനായിട്ടൊരു സ്ഥിരം പ്രേക്ഷകർ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. നാടകത്തെ ഇപ്പോഴും സ്നേഹിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഒരു സന്തോഷം തോന്നുന്നത്. ഞാനിപ്പോൾ 5ാമത്തെ നാടകമാണ് കണ്ടത്. കണ്ടിടത്തോളം നിലവാരമുള്ള നാടകങ്ങളാണ് പൊതുവെ വരുന്നത്. എന്താണ് എല്ലാ വർഷവും അങ്ങനെ വന്ന് കാണാറുണ്ടോ നാടകം? ഞാനൊരു നാടക പ്രവർത്തകനാണ്, നാടകം ചെയ്യുന്ന ആളാണ്. അപ്പോൾ നാടക പ്രവർത്തകനായതുകൊണ്ട് തന്നെ എല്ലാ വർഷവും നാടകങ്ങൾ സ്ഥിരമായി കാണാറുണ്ട്. ഈ വർഷം കലോത്സവത്തിന് ചെയ്തില്ല എന്ന്, ഇവിടുത്തെ ഈ സ്റ്റേറ്റ് മത്സരത്തിന് എൻ്റെ നാടകമില്ല, പക്ഷെ നാടകങ്ങൾ ചെയ്യാറുള്ള ആളാണ്. ഞാൻ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്. എനിക്ക് വേറൊരു അമ്പൂരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ പ്രോഗ്രാം. പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്. അതിൻ്റെ തിരക്കിലും അതിൻ്റെ തിരക്കാണ്. അപ്പോൾ അതുവരെ ഇവിടെ ഇരുന്ന് നാടകം കണ്ടിട്ട് ഇനി പ്രോഗ്രാം തുടങ്ങുന്നതിന് സമയത്തിന് മുമ്പ് അവിടെ എത്തണം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഇറങ്ങിയത്. പക്ഷേ ഈ നാടക പ്രവർത്തകർക്ക് മറ്റ് കലകൾക്ക് ഇല്ലാത്ത ഒരു താല്പര്യവും ഒരു ആസക്തിയും ഒക്കെ നാടകത്തിനോടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ പറഞ്ഞാൽ എന്ത് തിരക്കാണെങ്കിലും നാടകം കാണണം, കണ്ടേ പറ്റൂ എന്നുള്ളൊരു. തീർച്ചയായിട്ടും എന്ത് തിരക്കാണെങ്കിലും എവിടെ പോകണമെങ്കിലും നമ്മൾ വർഷം തോറും ഈ നാടകം കൃത്യമായി, നമുക്ക് ചിലപ്പോൾ നമ്മുടെ നാടകം ഉണ്ടാവും, ചിലപ്പോൾ നമ്മുടെ നാടകം ഉണ്ടാവില്ല. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൃത്യമായി നമ്മൾ വന്നിരുന്ന് നാടകം കാണും. ഒരുപക്ഷെ നമ്മുടെ നാടകം ഇല്ലെങ്കിൽ നമുക്കൊരു ടെൻഷനും ഇല്ല, സ്വസ്ഥമായിട്ട് വന്ന് രാവിലെ മുതൽ ഇരുന്ന് നാടകങ്ങൾ കാണാം. നമ്മുടെ നാടകം ഉണ്ടെങ്കിൽ ആ കുട്ടികളെ തയ്യാറാക്കാനൊക്കെ പോകേണ്ടി വരും. ഈ തിയേറ്റർ നാടകങ്ങൾക്ക് പൊതുവേ നമ്മുടെ സ്റ്റേജിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന പരിമിതമായ സങ്കേതങ്ങളുണ്ട്. സ്കൂൾ നാടകങ്ങളൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും. ഇപ്പം ആ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ എങ്ങനെയുണ്ട് നാടകങ്ങൾ? അല്ല, ഈ നമ്മൾ സ്റ്റേറ്റിലേക്കൊക്കെ വരുമ്പോൾ നല്ല വേദിയും ഒക്കെ കിട്ടാറുണ്ട് പലപ്പോഴും. പക്ഷേ ഈ ജില്ലാ സബ് ജില്ലാ മത്സരങ്ങളിൽ വരുമ്പോഴാണ് വേദികളുടെ പരിമിതിയൊക്കെ ചിലപ്പോൾ പ്രശ്നമായി വരുന്നത്. വേദികളുടെ സാധ്യതകളെ മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ വന്ന എല്ലാ നാടകങ്ങളും ചെയ്തിട്ടുള്ളത്. വളരെ ഇപ്പോൾ കുറച്ച് മുമ്പ് ഒരു ജീപ്പൊക്കെ പോകുന്നൊരു നാടകമാണ്. വളരെ രസകരമായിട്ട് ആ നാടകം ഈ വേദിയുടെ പരിമിതി ഉപയോഗപ്പെടുത്തി, സാധ്യതകളെ മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്തു. ടാഗോർ നല്ല വേദിയാണ്. ടാഗോർ നല്ല വേദിയാണ്. ഇവിടെ നല്ല വേദിയാണ്. ഞാൻ പറഞ്ഞ ഒരു സ്റ്റേജിനകത്ത് നിർത്തി ചെയ്യാവുന്നതിൻ്റെ മാക്സിമം വേദിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ചെയ്തിട്ടുണ്ട് നാടകങ്ങൾ. പൊതുവെ എല്ലാവരും ഏകദേശം നല്ല നിലവാരം തന്നെ. കാരണം എവിടെ എല്ലാ വർഷവും കാണുന്നൊരു കാഴ്ചയാണ് നാടകവേദിയിൽ ഒരു തിക്കും തിരക്കും. പൊതുവേ നാടകം ഒരു ഓപ്പൺ സ്റ്റേജിലായിരുന്നെങ്കിൽ കുറേ കൂടെ സൗകര്യപ്രദമായിരുന്നു. കാരണം ആളുകൾ ഇവിടെ വന്ന് താഴെ ഇരിക്കാൻ സ്ഥലമില്ല, അത് കഴിഞ്ഞ് മുകളിലേക്ക് കയറുന്നു, അവിടെയും സ്ഥലമില്ല, തറയിലൊക്കെ നിന്നുമൊക്കെ കാണുന്ന ഒരു സാഹചര്യമാണ്. വർഷത്തിൽ നമ്മൾ കാണുന്ന നമുക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ് വർഷം തോറുമുള്ള ഈ കലോത്സവം, പ്രത്യേകിച്ച് നാടക മത്സരം എന്ന് പറയുന്നത്. രണ്ട് നാടകമാണ് കണ്ടത് രണ്ടും എനിക്കിഷ്ടപ്പെട്ടു. തീമും കൊള്ളായിരുന്നു. കുട്ടികൾ വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചു. തകർപ്പൻ അഭിനയമായിരുന്നു കുട്ടികളുടെ. ഏത് സ്കൂളുകാരാണ്, ഏത് ജില്ലക്കാരൊന്നും അറിയില്ല, പക്ഷേ കണ്ട രണ്ടും ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സ്ഥിരമായിട്ട് ഇങ്ങനെ നാടകം മത്സരങ്ങൾ കാണാൻ വരാറുണ്ടോ? സ്ഥിരമായിട്ട് വരാറില്ല, പക്ഷേ പൊതുവേ നാടകം സിനിമയൊക്കെ ആസ്വദിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഇന്നിപ്പോൾ അവധി ദിവസമായതുകൊണ്ട്, ഞാനൊരു ഗവൺമെൻറ് സർവൻ്റാണ്, അതുകൊണ്ട് എല്ലാ ദിവസവും ഇറങ്ങാൻ പറ്റില്ല. അവധി ദിവസമായതുകൊണ്ട് കുട്ടി ഇറങ്ങിയതാണ്. കുട്ടികളുടെ നാടകമാണെന്ന് പറയാൻ പറ്റത്തില്ല, അതിന് അത്ര നല്ല മികവുറ്റ പെർഫോമൻസ്. ഏത് നാടകമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? എന്തായിരുന്നു പ്രത്യേകത? ഇപ്പം ഞങ്ങൾ കണ്ട രണ്ട് നാടകമേ കണ്ടുള്ളൂ. ഇപ്പം രണ്ടും തീം, ഇപ്പം കണ്ട നാടകത്തിൻ്റെ കുട്ടികളുടെ, അതായത് സ്വത്തിനും പണത്തിനും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്നതും, പിന്നെ അതുപോലെ അന്ധവിശ്വാസങ്ങളെ കൂട്ടുപിടിക്കാനായിട്ട് നിൽക്കുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് അവർ തന്നെ അതിനെയൊക്കെ പിന്നോട്ട് കളയണം, നല്ല നല്ല ആശയങ്ങൾ മുന്നോട്ട് വരണം, നല്ലതിനെ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളൊരു ആശയമാണ് അവിടെ കിട്ടിയത്.
വളരെ നല്ല മനോഹരമായിട്ടുണ്ട്. 3 നാടകങ്ങളാണ് ഇപ്പോൾ വന്നതിൽ അത് 3 ആനുകാലിക പ്രസക്തിയുള്ള കാര്യങ്ങളെ തന്നെ വിശദമായിക്കൊണ്ട് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സംവിധാനമാണ് എടുത്തു പറയേണ്ടത്. 3ൻ്റെയും സ്റ്റേജ് സെറ്റിങ്സൊക്കെ വളരെ എന്താ പറയുക, വളരെ പ്രത്യേകതയുള്ളതും പഴയ ഒരു സ്റ്റാൻഡേർഡ് ഒരു ഇതിൽ നിന്നൊക്കെ മാറി നന്നായ രീതിയിൽ അവതരണം ചെയ്തിട്ടുണ്ട്. തീമും വളരെ ആനുകാലിക പ്രസക്തിയുള്ളതാണ്. 3 നന്നായിരുന്നു കണ്ടത്. പൊതുവെ ഹാപ്പിയാണ്. നന്നായിരുന്നു, ഹാപ്പിയാണ്. കണ്ടവർ പറഞ്ഞതനുസരിച്ചും ഈ കൂട്ടായ്മകളിൽ നിന്ന് മനസ്സിലാക്കിയതുമൊക്കെ പ്രാദേശികമായ ഏറ്റെടുക്കലുകളില്ല നാടക കാണികളുടെ കാര്യത്തിൽ. പലയിടത്തു നിന്ന്, കോഴിക്കോട് നിന്ന്, മലബാർ മേഖലകളിൽ നിന്നൊക്കെ വന്ന് തമ്പടിച്ച് നാടകം കാണാൻ വേണ്ടി നിൽക്കുന്നവരാണ്. അവരെ കണ്ട് അവരുടെ താല്പര്യം പറഞ്ഞു പോവുകയാണ്. മൊത്തത്തിൽ മനസ്സിലാക്കുന്നത് നിലവാരമുള്ള സ്റ്റേജിൻ്റെ സാധ്യതകളെ പരമാവധി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളെ തത്സമയം ചെയ്യുന്നതാണ്. അതൊക്കെ മനോഹരമായി ഉപയോഗിക്കുന്ന തരത്തിലാണ് കുട്ടികൾ അവരുടെ നാടകങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വി പത്മകുമാറിനൊപ്പം ആർ ബിനോയ് കൃഷ്ണൻ, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.